നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് ലൈറ്റിൽ ഇന്ന് അൽ നസർ വീണ്ടും കളിക്കാനിറങ്ങിയാണ്. ജയിച്ചേ പറ്റൂ. ആദ്യ കളിയിൽ അൽ ഷൊർത്തയുമായിട്ട് ഇറാഖി ക്ലബ്ബായിട്ടുള്ള അൽ ഷൊർത്തയുമായിട്ട് സമനിലയിൽ പിരിഞ്ഞിരുന്നു. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തൊട്ടു പിന്നാലെ കോച്ച് ലൂയിസ് കാസ്ട്രോയെ സാക്ക് ചെയ്തു അൽ നസർ. അന്നത്തെ കളിക്ക് ഇറാഖിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ യാത്ര ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് അസുഖമായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും AFC ചാമ്പ്യൻസ് ലീഗിൽ ഇറങ്ങുമ്പോൾ CR7 അൽ നസറിൻ്റെ നിരയിലുണ്ടാകും. പുതിയ കോച്ച് സ്റ്റെഫാനോ പിയോളിക്ക് കീഴിൽ ഇന്ന് വിജയിച്ച് കയറണം. ഇന്നത്തെ കളിയിലെ എതിരാളികൾ അൽ റയ്യാനാണ്. ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽ റയ്യാനുമായിട്ട് അൽ നസറിൻ്റെ മൈതാനത്ത് അല്ലവാൽ പാർക്കിൽ രാത്രി ഇന്ത്യൻ സമയം 11:30 മത്സരമുള്ളത്. അൽ റയ്യാൻ ആവട്ടെ ഇപ്പോൾ അത്ര മികച്ചൊരു ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ റയ്യാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ഒരു സീസണിൽ. നോക്കുക, ആകെ 2 വിജയങ്ങളാണ് അവർക്ക് 7 മത്സരങ്ങളിൽ നിന്നുള്ളത്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ മറ്റൊരു സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലിനോട് അവർ പൊട്ടി തകർന്നിരുന്നു 3-1. അതിനുശേഷം അവർക്ക് വീണ്ടും കഷ്ടകാലമായിരുന്നു. 2 മത്സരങ്ങൾ അവർ തോൽക്കുന്ന അവസ്ഥ, 4 ഗോളുകൾ അവരതിന് ശേഷമുള്ള കളികളിൽ ഖത്തർ സ്റ്റാർസ് ലീഗിൽ കൺസീഡ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ അത്ര നല്ല ഫോമിലല്ലാതെ നിൽക്കുകയാണ് അൽ റയ്യാൻ. സോ CR7 സംഘവും ഇന്ന് വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അൽ നസറിൻ്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയാവും. സൗദി മാധ്യമങ്ങൾ നൽകുന്ന സൂചനകളനുസരിച്ച് ഇന്ന് ആൻഡേഴ്സൺ ടാലിസ്ക പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തും. അങ്ങനെയെങ്കിൽ അവരുടെ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ അൽഫാത്തിലും സിമാക്കനും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരു പാർശ്വങ്ങളിലായിട്ട് അൽ നജിദിയും സുൽത്താനും ഉണ്ടാകും. മധ്യനിരയിൽ അൽ ഖൈബരിയും ഒറ്റാവിയോയും ഉണ്ടാകും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ആൻഡേഴ്സൺ ടാലിസ്ക. ഒപ്പം മാനെ, ഇടതുപാർശ്വത്തിൽ മാനെ, വലതുപാർശ്വത്തിൽ ബ്രസീലിയൻ താരം ഏഞ്ചലോ ഗബ്രിയൽ, സ്ട്രൈക്കറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അൽ നസറിൻ്റെ 11. ഏതായാലും CR7 സംഘവും ഇന്ന് പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.